ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് ആധാരമായ വേദഭാഗം എബ്രായ ലേഖനം 6-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവൻ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. മഴ പെയ്ത് ഭൂമി കൃഷിക്ക് പാകമാകുമ്പോൾ വിത്ത് വിതയ്ക്കുന്നതും അത് മുളച്ചു വരുന്നതും ഒരു കർഷകനെ സംബന്ധിച്ച് പ്രത്യാശയ്ക്കുള്ള വകയാണ്. അവൻ എല്ലാ പ്രതീക്ഷകളും ആ കൃഷിയിൽ അർപ്പിക്കുന്നു. എന്നാൽ അവിടെ മുള്ളും ഞെരിഞ്ഞിലുമാണ് മുളയ്ക്കുന്നതെങ്കിൽ അത് ഫലമില്ലായ്മയും നാശത്തിന് ഉതകുന്നതുമാകും. ക്രിസ്തുവിന്റെ ക്രൂശ് ദൈവസ്നേഹം പ്രത്യക്ഷമാക്കി പാപികളെ പാപത്തിന്റെ ശക്തിയിൽ നിന്നും ശിക്ഷയിൽ നിന്നും ഉദ്ധരിക്കുന്നു. ഈ സത്യമാണ് കാൽവറി ക്രൂശ് വിളിച്ചോതുന്നത്. ഇതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരെ ഫലമില്ലാത്തവർ എന്ന വേദപുസ്തകം വിശേഷിപ്പിക്കുന്നു. 8-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് അവരെ ചുട്ടുകളയുകയത്രേ അതിന്റെ അവസാനം എന്ന് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. ക്രിസ്തുവിനോട് ചേർന്ന് നടന്ന യൂദയ്ക്ക് വലിയ വെളിച്ചമായിരുന്ന ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിയുവാൻ സാധിക്കില്ല. ഒരിക്കൽ ക്രിസ്തുവിന്റെ രക്ഷയുടെ ശ്രേഷ്ഠതയിൽ എത്തിയിട്ട് ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ നമുക്ക് കഴിയുമോ? അങ്ങനെയെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരായിത്തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, നിന്റെ രക്ഷയെ തള്ളിപ്പറയുവാൻ ഞങ്ങൾക്കിടയാകരുതേ. എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ. ഞങ്ങളുടെ കണ്ണുനീർ കൊണ്ട് നിന്റെ പാദം കഴുകുവാൻ കൃപ നൽകണമേ. ആമേൻ.